ദിവസം ഷൈൻ ചേട്ടനാവാനായിട്ട് ഒരു അവസരം കിട്ടുകയാണ്. എന്തായിരിക്കും ആദ്യം ചെയ്യാം? കുട്ടികൾക്ക് മലയാളം ക്ലാസ് ആദ്യ ഹീറോയിനായിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര സുന്ദരിയാട്ടാ. എന്റെ ഒരു ഫ്രണ്ടിന് ക്രഷ്. ഓ ഫ്രണ്ടിന്റെ പേര് ബിബിൻ. You should see her പെർഫോമൻസ് മാത്രമല്ല അവളുടെ ലുക്ക് വൈസ് അല്ലേ ആ ടീച്ചറിന്റെ മിക്ക രസമാണ് അതിനകത്ത് സ്റ്റൈൽ. ജീവിതത്തിൽ കൂടുതൽ റൊമാൻറ്റിക് ആരാണ്? ഇവൻ ഒരു സംശയമില്ലാണ്ട്. ഹായ് ഹലോ വ്യൂവേഴ്സ്, യു ആർ വാച്ചിങ് ബിയോണ്ട് ഫ്ലവേഴ്സ് ആൻഡ് ദിസ് ഇസ് മീ ഫൗസ്റ്റീന ഹിയർ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എന്റെ ഗസ്റ്റുകളെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്, നിങ്ങളുടെയും ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ്സ് ആയിരിക്കും. നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ചന്തു ചേട്ടൻ, ബിബിൻ ചേട്ടൻ, ആദ്യ and നസീറിക്ക. Welcome to the show. ശരിക്കും ഉണ്ടല്ലോ, ഈ ഇന്റർവ്യൂ ഞാൻ ചോദിച്ചു വാങ്ങിച്ച ഇന്റർവ്യൂ. ഞാൻ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇവരെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ചോദിച്ച് വാങ്ങിച്ചെടുത്ത ഇന്റർവ്യൂ. ശരിക്കും എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞത് തുടങ്ങുന്നത് ചന്തുചേട്ടന്റെ അടുത്തുനിന്നാണ്. എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഞാൻ എടുക്കുന്നത് ചന്തുചേട്ടന്റെയാണ്. അപ്പൊ അന്ന് തുടങ്ങി ഭയങ്കര ഐശ്വര്യം എനിക്ക്. അതാണ് ചന്തുവിനെ അവിടെ തന്നെ സൈഡിലോട്ട് എന്റെ അപ്പുറത്തൊക്കെ ഇരുത്തി. ഞങ്ങളാണെങ്കിൽ ചുമപ്പൊക്കെ ഇട്ട് ബിബിൻ ചേട്ടന് ചുമപ്പട്ടെ ഞാൻ മാറി. ഞാൻ ഇവിടെ കൂടി പറഞ്ഞിട്ടാണ് ശുക്രനോടുകൂടി അവൻ പച്ച പിടിച്ചു വരും. പച്ച കൊള്ളായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെ 4 +6ഓട് കൂടി തന്നെ ഇന്റർവ്യൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും നമുക്ക് ട്രെയിലർ ടീച്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പോസ്റ്റർ നോക്കിയ സമയത്ത് ശുക്രൻ എന്ന് വെച്ചാൽ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനത്തെ സംഭവമാണല്ലോ. പക്ഷെ ഞാൻ നോക്കിയ സമയത്ത് നസീറിക്കയുടെ മുഖത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ല വേറെ എന്തൊക്കെ വികാരങ്ങളാണ് കണ്ണിലും മിന്യമായിരുന്നത് ഞാൻ കണ്ടായിരുന്നു. ഒറ്റ പോസ്റ്ററിൽ നിന്ന് കിട്ടിയോ? ഞാൻ കൊറേ നേരം എന്റെ മുഖത്ത് നോക്കിയാലേ നവരസനായകൻ നിങ്ങളായിരുന്നല്ലേ ഇത്രയും നാള് എന്നോട് മറ്റേ അല്ലടാ എന്താ പാർത്ഥിവന്റെ പറ്റിക്കപ്പെട്ടു. കാർത്തികാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു നവരസനായകൻ. അപ്പൊ ശരിക്കും ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു വികാരം അല്ലല്ലോ മുഖത്ത്. എന്താ പിടുത്തം കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്താണ് ശരിക്കും നമ്മുടെ ശുക്രൻ? ഒരു ഫാമിലി എന്റർടൈനർ ആണ് ബേസിക്കലി. തമാശയും ആക്ഷനും കോമഡിയും ഡ്രാമയും ഇമോഷനും പ്രണയവും എല്ലാ പാട്ടുകളും ഒക്കെ ഉള്ള ഒരു നല്ല രസമുള്ള ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. ബിബിൻ ജോർജ്, ഞാന്, ഷൈൻ ചേട്ടൻ, ആദ്യ, നസീറിക്ക, അങ്ങനെ തുടങ്ങി ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയുണ്ട്. അതാണ് ശുക്രൻ. ഓക്കെ, ഇതിനകത്താണെങ്കിൽ ഒരു പോസ്റ്ററിൽ ഞാനൊരു ട്രക്കും കണ്ടായിരുന്നു, ലോറി. അപ്പൊ ശരിക്കും ആ ലോറിക്ക് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടോ? സിനിമയുടെ കഥയെ മാറ്റുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ലോറി. ഇപ്പൊ ഇതിനു മുമ്പ് പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്പടികത്തിലെ ലോറിക്ക് പ്രാധാന്യം ഉണ്ടല്ലോ, അതേപോലെ തൊമ്മൽ മക്കളുണ്ട്, പറക്കുന്നളിയിൽ ആ വണ്ടിക്ക് പ്രാധാന്യമുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ സിനിമയിൽ ലോറി വലിയ പ്രാധാന്യമുണ്ട്. ആ ലോറി ഓടിക്കുന്ന ക്യാരക്ടറാണ് നസീറിക്കയുടെ. ആ ക്യാരക്ടറിനും വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ചന്തുചേട്ടൻ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടൊരു കാര്യമാണ്, നസീറിക്ക ഇതുവരെ കണ്ടൊരു ഫോമിലല്ല ഈ സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വേറിട്ട ഭാവങ്ങളാണ്, വേറിട്ടൊരു ലുക്കാണെന്നൊക്കെ ചന്തുചേട്ടന്റെ ഇന്റർവ്യൂല് പറഞ്ഞ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചന്തു തള്ളി ഇതുവരെ കണ്ട നസീറിക്കയുടെ മൊത്തം അങ്ങ് പൊളിച്ചടക്കി. വേറെ അറിയോ ഇവരെയൊക്കെ നിങ്ങൾ കാണാത്തൊരു കാണാൻ പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും. ഇപ്പൊ അടുത്ത കാലത്ത് ചെയ്ത വേഷങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്, അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് എന്റെ വിശ്വാസം. ശരിക്കും ഒരു ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് നസീറിക്ക? ഒരു ഫാമിലി മാൻ ആണ്, ലോറി ഡ്രൈവറാണ്. അങ്ങനെ ഭയങ്കര കർക്കശക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് ചോദിച്ചാലല്ല, എന്റെ സന്തത സഹചാരിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു അനിയനെ പോലെ ഒരു മകനെ പോലെയൊക്കെ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ബിബിന്റെ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള. അതെ അതെ അതെ. ആദ്യ ഇപ്പൊ ഇതിലത്തെ ക്യാരക്ടർ എങ്ങനെയാ പോണത്? ഹീറോയിനായിട്ടാണ് ചെയ്യുന്നത്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ നല്ലൊരു മൂവി, നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു. എന്താ ക്യാരക്ടർ എങ്ങനെയാ? എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയാ മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എന്റെ റിയൽ ക്യാരക്ടർ അത്രയും ബോൾഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ക്യാരക്ടർ അത്രയും നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ. ചിലപ്പോൾ ആദ്യം കാണുന്ന പോലെ ആയിരിക്കില്ല, ടുവേർഡ്സ് ദി എൻഡ് വരുമ്പോൾ നല്ല അല്ല അതല്ല ഫ്രീ ടൈമിലേ നമുക്ക് ബമ്പർ ചിരിയിലൊന്ന് മുട്ടണം. സത്യം നല്ല കൗണ്ടറായിരുന്നു. അതെ, ടുവേർഡ്സ് ദി എൻഡ് വരുമ്പോൾ
ഭയങ്കര ചേഞ്ച് ഉണ്ടാവും. ആദ്യം കാണുന്ന ഒരു ആളെ പോലെ ആയിരിക്കും. പുള്ളിക്കാരുടെ ക്യാരക്ടറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ട്രാക്ക് പോകുന്ന ഇതിന് അല്ലേ, യാ ചുറ്റിപ്പറ്റി അത് പോകുന്നതും അതെ അതെ. വീഴ്ച പറ്റുന്നതും. ഫേസ് പുള്ളിക്കാരത്തി പുള്ളിക്കാരുടെ തന്നെയാണ്. basically. അല്ല, വെറുതെ ഒരു ഹീറോയിൻ അല്ല കേട്ടോ. അതല്ല, നമ്മളൊരു സിനിമയുടെ ഒരു അലങ്കാരത്തിന് സൈഡിൽ കൊണ്ട് നിർത്തുന്ന പോലത്തെ ഹീറോയിൻ അല്ല. അതാണ്. പക്ഷെ ഭയങ്കര സുന്ദരിയാട്ടാ. ഞാൻ അവിടെ എല്ലാരും വന്നപ്പോ- പറയുന്നു, നമുക്കത് ഫീൽ ചെയ്തില്ലേ സെറ്റ് വന്നപ്പോഴത്തേക്കും? അത് ഈഗോ ആട്ടാ, ഇച്ചിരി ഈഗോ ഉണ്ട്. കോംപ്ലിമെന്റ് പറഞ്ഞില്ല, പറയണമായിരുന്നു. പക്ഷെ ഭയങ്കര എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോഴേ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴേ എന്റെ ഒരു ഭയങ്കര ഫ്രണ്ടിന് ക്രഷ് ഓ ഇതുപോലെ ജനങ്ങൾക്കും ബിബിന്ന്. അല്ല ഇതുപോലെ ബിബിൻ ക്രഷ്. ജോർജ് അല്ല, ജോർജ് മാറ്റി, ബിബിൻ ക്രഷായി. അല്ല ഇതുപോലെ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഭയങ്കര crush ഓ? സന്തോഷം. ആ ആ സിനിമ ഇറങ്ങുമ്പോ എന്തോരം ക്രഷുകളായിരിക്കും അറിയോ, ഫാൻ പേജസും. അല്ലെ ഒരാൾ ഇഷ്ടപ്പെടുക പറയുന്നത് തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഭയങ്കര സന്തോഷമുള്ള കാര്യം അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ ബിബിൻ ചേട്ടാ എന്തോ? ക്യാരക്ടർ എങ്ങനെയാ? നന്ദു എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്. ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു നല്ല ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ പടത്തിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ശുക്രൻ എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പരിപാടിയാണല്ലോ. അപ്പൊ ചിലർക്ക് ലക്ക് ഉള്ളവരുണ്ടാവാം, ചിലർക്ക് ലക്ക് ഇല്ലാത്തവരുണ്ടാവാം. നമ്മള് എപ്പോഴും കമ്പാരിസൺ ചെയ്യുമ്പോൾ അവനൊക്കെ തന്നെ ഭാഗ്യം, കാരണം നമുക്ക് കിട്ടാത്ത വേറൊരുത്തിന് കിട്ടണമെങ്കിൽ നമ്മൾ നേരെ അവന്റെ കഠിന പ്രയത്നത്തിനായിരിക്കില്ല പറയുന്നത്, നേരെ ലക്ക് വെച്ചിട്ട് നമ്മൾ അവനെ സാഹചര്യങ്ങളെ ഒന്നും പറയില്ല. ഇല്ലില്ല അവരെന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവിടെ എത്തിയെന്നുള്ളത് വിടും. ഭാഗ്യമാണെന്ന് പറയും. അപ്പൊ അങ്ങനെ വലിയ ഭാഗ്യം ഇല്ലാത്ത ഒരുത്തിന് ഈ പടത്തില് എന്റെ ക്യാരക്ടർ അത് ആളുകളായിട്ട് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ചേട്ടൻ ഇപ്പൊ പറയുമ്പോ തന്നെ നമുക്കത് കുറെ ഇപ്പൊ എന്റെ ഉള്ളിൽ തന്നെ കുറെ ആൾക്കാരുടെ മുഖമൊക്കെ വന്നു അങ്ങനെ പറയണത് വെച്ച്. ആണോ? ഒരു രണ്ടുപേരെ പേര് പറയും. ഒന്ന് ആറ്റുകാൽ രാധാകൃഷ്ണൻ. പേര് പറ ലക്കില്ലാത്ത രണ്ടുപേര്. ഒന്ന് അമിതാഭ് ബച്ചനും രജനികാന്തും. പറ. അങ്ങനെ ചോദിച്ചൂടാ, ഞാൻ ചോദിച്ചു. ശരിക്കും ഈ ലക്കും ഹാർഡ് വർക്കും തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സി ശരിക്കും ഉണ്ടല്ലേ? ഏതാണ് മുന്നിൽ നിൽക്കുന്നതെന്നും ഇക്കൊക്കെ തോന്നിയേക്കുന്നത്. അതെ അതെ അതെ. അല്ല, നമ്മൾ ഹാർഡ് വർക്ക് വേണം. നമ്മൾ ഭാഗ്യത്തിൽ മാത്രം വിശ്വസിച്ച് നമ്മൾ ഒരു കാര്യത്തിലും മുമ്പോട്ട് പോകാതിരിക്കുന്നതല്ല. ഹാർഡ് വർക്ക് വേണം. ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ പുറകെ ഭാഗ്യം വരും. ഹാർഡ് വർക്ക് നമ്മൾ ചെയ്ത് എന്തായാലും ഭാഗ്യമുണ്ടോ? ആ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നേരായ റൂട്ടിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ചിലർ പറയും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എവിടെ എത്തിയില്ല എന്ന്. അവർ കഷ്ടപ്പെടുന്നുണ്ടാവും, ശരിയായ രീതിയിലാണോ കഷ്ടപ്പെടുന്നുള്ളതാണ് അതിന്റെ ചോദ്യം. ചന്ദ്രചേട്ടാ ക്യാരക്ടർ എങ്ങനെയായിരുന്നു ഇതിനകത്ത്? ഇതിന് എത്രയും നാളത്തെ കഠിനമായ എന്റെ സിനിമാ ജീവിതത്തിൽ ത്രില്ലർ ജീവിതത്തിനിടയിൽ അങ്ങനെ അങ്ങട് പറ. മരണം ചോമ അതെല്ലാം മാറിയിട്ട് അതാണ് എന്നെ ആക്കിയത് ഇവിടെ വരെ. അതൊന്നും അത് ഈ പടത്തിൽ എന്റെ വലിയ ടേക്ക് സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു വേർഷൻ ഓഫ് പെർഫോമൻസ് കാണാൻ പറ്റും. ജോവിയലായിട്ടുള്ള ബിബിൻ ജോർജിന്റെ നന്ദുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഷൈൻ്റെ, നമ്മൾ 3 പേര് സുഹൃത്തുക്കളായിട്ട് അത് അടുത്ത. അപ്പം ബാംഗ്ലൂരൊക്കെ പഠിച്ചൊരു ഒരാള് വളരെ ലൗഡായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അത്തരം സ്റ്റൈൽ പരിപാടികളൊക്കെ അയാൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്ന പ്രണയ ഈ എല്ലാവർക്കും ഇല്ലേ, എനിക്ക് ബിബിൻ ജോർജിന്റെ ക്യാരക്ടറിനൊക്കെ ഇങ്ങനെ പ്രണയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഞങ്ങൾ എല്ലാവരും കൂടി സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണത്. അങ്ങനെ ഒരു കഥ ഇംഗ്ലീഷ് സിനിമയില്. എല്ലാരും സ്നേഹിക്കുന്നു നസീർ, നമുക്കെല്ലാം സ്നേഹമല്ലോ. നസീർക്കുണ്ട്. സ്നേഹം ഭയം. അതാണ് ഫാമിലി. ഞാൻ അറിഞ്ഞ അത് നിങ്ങൾ ഷൂട്ട് ചെയ്തില്ലല്ലോ. അല്ല ഷൂട്ട് ചെയ്തില്ല, കാരണം ആദ്യമേ ഇവള് ഫാമിലി മാനാണെന്ന് അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഫാമിലി മാനാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം വന്നൂടെ? ഇവന് പ്രശ്നം തോന്നാൻ പാടില്ല. സ്നേഹമാണ്. പ്രേമില്ല. ഇല്ല പ്രേമില്ല, സ്നേഹം. ആരാടാ ഫാമിലി മാൻ ആകാൻ പറഞ്ഞു? ഇങ്ങനെ. അപ്പൊ അങ്ങനെയാണ് എന്റെ പരിപാടി. അപ്പം ഈ ഇതിനകത്ത് ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. അതായത് ഈ പടത്തിൽ അങ്ങനെ ത്രില്ലിംഗ് ഉണ്ടായിരുന്നില്ല, റൊമാൻസ് ഫാമിലി ആയിട്ട് പോണായിരുന്നു. ഇവനെ കണ്ടു കഴിഞ്ഞപ്പോ റൈറ്റർ ഇല്ല ത്രില്ലടിച്ചു, അപ്പൊ തന്നെ ത്രില്ലടിച്ചു. ഇപ്പൊ ഈ പറഞ്ഞാൽ ഇവരുടെ 3 പേരും നടുക്കിരിക്കുമ്പോ ഭയങ്കര പാവായിട്ട് തോന്നുന്നുണ്ട്, ഭയങ്കര സ്വീറ്റ് ആയിട്ട്. അപ്പൊ ശരിക്കും സെറ്റിൽ ഇവരുടെ നടുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര രസമായിരുന്നു. ഓരോരുത്തരുടെ കൂടെ വർക്ക് ചെയ്യുമ്പം ഓരോ രീതിയാണ്. അതെ, എന്നെ ടാർഗറ്റ് ചെയ്താണ് എല്ലാരും. നമ്മളല്ല, രാഹുലൊക്കെ പാത്തിന് ഒരുപാട് വഴക്കുകളുണ്ട്. വേറെ ആരോ ചെയ്ത തെറ്റിന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് അവന്റെ അനുഭവം. അതാണ് ശുക്രന്റെ കഥ. അല്ലേ, വേറെ ആരോ ചെയ്ത തെറ്റ് ഏറ്റെടുക്കുന്നതാണ് ശുക്രന്റെ കഥ. പക്ഷെ പടത്തില് ഞാൻ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പക്ഷെ യു ഷുഡ് സീ പെർഫോമൻസ് മാത്രമല്ല ഉള്ള ലുക്ക് വൈസ് അല്ലേ, ടീച്ചറിലെ മിക്ക രസമാണ് അതിനകത്ത് സ്റ്റൈൽ. ഇപ്പൊ ഈ പറഞ്ഞ നമുക്ക് എത്ര നാളുണ്ടായിരുന്നു നസീർക്ക ഷൂട്ട്? ഞങ്ങൾ ആദ്യം കുറേ ദിവസം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നായിരുന്നു. വെച്ചാൽ ഞാൻ ജയിലർ 2 അഭിനയിക്കാൻ പോയായിരുന്നു. അപ്പോൾ താടി
ഫുൾ വലിയ താടിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പം അത് ഒന്ന് എടുക്കേണ്ട സമയം വന്നു. അങ്ങനെയുള്ള ചില വേറെ ചില അല്ലേ ചില ഇതിനകത്തൊരു ആദ്യയുടെ അച്ഛന്റെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അല്ലേ, പ്രൊഡ്യൂസർ ഓഫ് ദ കോ പ്രൊഡ്യൂസേഴ്സ്. പുള്ളിക്ക് ഭയങ്കര നമ്മളെ ഡാൻസ് നമ്പർ ഷൂട്ട് ചെയ്യുന്ന ഡേ പുള്ളിക്ക് ഒരു ഭയങ്കര ഹെൽത്ത് ഇഷ്യൂ വന്നു, ബ്ലഡ് ഒക്കെ യൂറിനിൽ കൂടെ പോകും എന്തൊക്കെയുണ്ട്. നമുക്ക് അറിയത്തില്ലായിരുന്നു, ഭയങ്കര നമുക്കങ്ങ് ഇതായി പോയ സമയമാണ്. ഇനി എന്ത് ചെയ്യും, വാട്ട് നെക്സ്റ്റ്. കാരണം ആ ഷൂട്ട് പുള്ളിയുടെ ആ സീൻ ചെയ്തില്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ഏരിയ പ്രശ്നമാണ്. ദെൻ വി ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. പിന്നെ പുള്ളി അത് ഹെൽത്ത് ഒക്കെ റീഗെയിൻ ചെയ്തൊക്കെ വന്നൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തൊരു സിനിമയാണ്. ഇപ്പം ചന്ദ്രന്റെ കാര്യം പറഞ്ഞ പോലെ കുറെ അധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട്, ഇപ്പം ചേട്ടനെനിക്ക് കുറച്ചൊരു ക്ലോസ് ആയിട്ടാണ്, കുറെ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് വന്ന ഒരാളാണ്. അപ്പം ശരിക്കും ചേട്ടൻ ഈ ഒരു ജേർണി ഇപ്പൊ നോക്കുന്ന സമയത്ത് വാട്ട് ഡു യു ഫീൽ? ഇപ്പോഴത്തെ സ്റ്റേജ് മുമ്പത്തേക്കാൾ ടഫാ. കുറച്ചും കൂടെ അത് പണ്ട് നമ്മൾ എടുക്കേണ്ട ഒരു ബിൽ അതൊക്കെ മതിയായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്റേണൽ ടർബുലൻസ്, നമ്മുടെ ഇന്റേണലി ഉള്ള ഒരു നമ്മുടെ മെന്റൽ ആയിട്ടുള്ള സ്ട്രഗിൾ, ആ ട്രോമ ഒക്കെ ഞാൻ ഇന്റേണലൈസ് ഡീൽ ചെയ്യേണ്ട ഒരു സമയമായത്. അപ്പൊ അത് മാറും, അത് ശുക്രമായിട്ട് കുതിച്ച് വീണ്ടും വരുന്നത്. ഞാൻ ഏതോ ഇന്റർവ്യൂ പറഞ്ഞ പോലെ എന്റെ ബാറ്ററി ഫുൾ ചാർജ് അല്ല ഒരിക്കലും. നമ്മൾ വരുന്നു, കശ്മീരം കഴിഞ്ഞു, ചാർജ് അങ്ങനെ നിൽക്കുന്നു, 18 പിടി കയറുന്നു, അത് കഴിഞ്ഞ് പിന്നെ മാലിക്ക് അതൊക്കെ ഷൂട്ട് കിടക്കുന്നു, കോവിഡ് വന്ന് അങ്ങ് നിൽക്കുന്നു. അപ്പൊ എന്റെ ചാർജ് പതുക്കെ താഴ്ന്നു. വീണ്ടും എനിക്ക് ജോഷി സാർ പടം തരുന്നു, 12th Man വരുന്നു, പിന്നെ ഇങ്ങനെ വരുന്നു, പിന്നെ ഫിനിക്സ് വരെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫിനിക്സ് കഴിയുമ്പോഴത്തെ അകാരണമായി ഞാൻ വീണ്ടും ഇങ്ങനെ. അപ്പൊ ഇറ്റ്സ് ഓൾ നമ്മൾ എടുക്കുന്ന ഇന്റേണൽ പെയിൻ, ആ ട്രോമ ഒക്കെ ഡീൽ ചെയ്യാന്നുള്ളത്. അപ്പൊ വേറൊരാൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതൊന്നും അല്ല, നമ്മളത് ഫീൽ ചെയ്യാന്നുള്ളതാണ്. ചിലപ്പോൾ എല്ലാവരും കടന്നു പോകുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ കറന്റ്ലി ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പടം ഇറങ്ങാൻ പോകും, അതിന്റെ ഒരു ഹൈ ഭയങ്കരമാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീം, നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്ക് ആ കെമിസ്ട്രി ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത്. ഭയങ്കര ഒരു പോസിറ്റീവ് ഓറ എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ? ഇനി ഒരു ഓറയുണ്ട്, അത് ഷൈൻ ചേട്ടൻ. പിന്നെ അവിടെ ഇരുന്ന് നിങ്ങൾ ഓറ നോക്കുക, നമ്മൾ ഇവിടെ നിന്ന് കേട്ടോണ്ട്. ഇപ്പൊ നസീറിക്ക പറഞ്ഞ പോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെയ്ഡ്സ് ചെയ്യണ ഒരാളാ. ഇപ്പൊ ഭയങ്കര ക്രൂരനായിട്ടുള്ള റോളുകൾ ചെയ്യാറുണ്ട്, ഭയങ്കര ഒരു സീരിയസ് മോഡ് പിടിക്കാറുണ്ട്, അതേ സമയത്ത് ഭയങ്കര ഫൺ ട്രാക്ക് പിടിച്ച ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുക്കുന്ന ഒരാളാ. ശരിക്കും ഈ ഒരു ബാലൻസ് എങ്ങനെയാ ചേട്ടാ കൊണ്ടുപോകുന്നത്? അക്കൗണ്ടിൽ ബാലൻസ് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാണ്ട് എപ്പം നമ്മൾ വരുന്നോ അപ്പൊ നമ്മൾ ഇതെല്ലാം ബാലൻസ് ചെയ്യും. വിവിധ ഭാവങ്ങൾ ആ സമയത്ത് നമ്മള് മറ്റേ ലോൺ അടയ്ക്കാനുള്ള ബില്ല് വരുന്നു, കറണ്ടിന്റെ ബില്ല് വരുന്നു, മറ്റേ അങ്ങനെ മകന്റെ ഫീസ് അടയ്ക്കാനുള്ള ബില്ല് വരുന്നു. അപ്പോഴൊക്കെ നമുക്ക് വിവിധ ഭാവങ്ങളാണ്. അങ്ങനെയല്ല, ഇത് നമുക്കൊരു ധൈര്യം, നമുക്കൊരു ധൈര്യം കിട്ടും. മുമ്പ് ആ ധൈര്യം ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. നമ്മളെ സ്ക്രിപ്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ പണ്ട് കാലങ്ങൾ അഭിനയിക്കുമ്പോൾ ചെന്ന് അവിടെ നിന്നായിരിക്കും നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇപ്പം നമുക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടുന്നുണ്ട് സിനിമയുടെ മൊത്തം. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ഏകദേശം മനസ്സിലാവും ഇങ്ങനെയാണെന്നുള്ളത്. പിന്നെ നല്ല ഡയറക്ടർ ആകുമ്പോഴത്തേക്കിനും അവരത് പറഞ്ഞു തരും, ഇങ്ങനെ മതി എന്ന് പറയും. ആ വെട്ടിൽ വീഴുക എന്ന് പറയുമല്ലോ നമ്മളേതാ, നമ്മൾ ഈ അടപ്പിടുമ്പോഴത്തേക്കിന് വെട്ടിൽ കറക്റ്റ് വീണാലാണ് അത് അടയത്തുള്ളൂ. അല്ലെങ്കിൽ അത് എവിടെയും കിടന്നിങ്ങനെ അത് നമുക്ക് കിട്ടും. അത് കിട്ടിയ പിന്നെ എളുപ്പമാകും. ശരിക്കും ഈ ഒരു സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് ബിപിൻ ചേട്ടൻ ഇത് ഞാൻ ചെയ്തേ പറ്റുള്ളൂ, ഇത് എനിക്ക് വേണം എന്നുള്ളൊരു പോയിന്റ് ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ ഓക്കെ പറയണത്. ചേട്ടൻ ആ പോയിന്റ് എന്തായിരുന്നു? ഇൻട്രോൾ സീക്വൻസ് അതായിരുന്നു. അതുവരെ പടം അയ്യോ ഇത് നമ്മുടെ സ്ഥിരമുള്ള പരിപാടിയാണല്ലോ എന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. എനിക്ക് നസീർക്കായിട്ടുള്ള ക്യാരക്ടറും ഇവനായിട്ടുള്ള ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര രസം തോന്നി ആദ്യത്തെ ഒരു ഏരിയ കഴിഞ്ഞിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു ഇന്നാണോന്ന് പറയില്ലേ, കഥയിലേക്ക് ഹുക്ക് ആവുക എന്ന് പറയുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻട്രോൾ പോർഷൻ അത്യാവശ്യം ഒരു ആളുകളടക്കം എന്ന് തോന്നുന്ന ഒരു സാധനം ഉണ്ട് പടത്തില്. അതെയാ? എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സ്ക്രിപ്റ്റ് കണ്ട സമയത്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ചതിനുള്ള ഇമോഷൻ എന്തായിരുന്നു? ഇല്ല, ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടോന്നാണ്. കാരണം എപ്പോഴും ലൈക്ക് ഇതേ പറയല്ല, എപ്പോഴും ഹീറോയിൻസിന് ലൈക്ക് പെർഫോം ചെയ്യാനുള്ള റോൾസ് വളരെ കുറവായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പടത്തില് ഒരുപാട് നല്ല പെർഫോം ചെയ്യാനുള്ള, ഒരുപാട് ചേഞ്ച് വരുത്താനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതാണ് എന്നെ മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്തത്. ഈ ക്യാരക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഒരു നായിക പാട്ടിൽ സീക്വൻസ് വരുന്ന അങ്ങനല്ല. അവളുടെ ആ ക്യാരക്ടറിന്റെ ട്രാക്കിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ലേയേഴ്സ് ഉണ്ട്, which we can't tell you right now. പക്ഷെ ഞാൻ ഈ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് ആൻഡ് ഇത് പൂജ
കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്. സോ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ ആരാ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ ഞാൻ ഹീറോയിൻ ആരാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പേര് ആ പൂജയുടെ ഫംഗ്ഷനിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആരാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ പടത്തിന്റെ കോള് വരികയാണ്. ലൈക്ക് ഇതില് ചോറ്റാനിക്കരയിൽ പോയ സമയം ഞാൻ ടെമ്പിളിൽ നിൽക്കുന്ന ചോറ്റാനിക്കര അമ്പലത്തിൽ നിൽക്കുന്ന സമയത്ത് പോയിന്റ്. അല്ല ഇതൊക്കെയാണ് പറയേണ്ടത്, നീ പറയോ. ചോറ്റാനിക്കര ടെമ്പിളിൽ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ തൊഴുത് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കോള് വരികയാണ്. ശുക്രന്റെ ഒന്ന് മീറ്റ് ചെയ്യണം, കഥ പറയണോന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. ആദ്യയുടെയൊക്കെ കുട്ടിക്കാലം ഇതിനകത്തുണ്ടേ, കാസ്റ്റിംഗ് ഒന്ന് കാണണം. ആ പെങ്കൊച്ചി പെർഫെക്റ്റ് മാച്ച് എന്റെ അതാടാ എല്ലാവരും ഇങ്ങനെ. പക്ഷെ അത് ആദ്യം തന്നെയാന്നേ. ഞാൻ പക്ഷെ അവള് ഭയങ്കര ആദ്യം തന്നെ. ക്യൂട്ടാണ്. ഭയങ്കര രസം. എനിക്കറിയില്ല ഞാൻ അവളുടെ അത്രയും ക്യൂട്ടാണ്, പക്ഷെ അവള് ഭയങ്കര ക്യൂട്ടാണ്. ഭയങ്കര ക്യൂട്ടാ. അത് മാത്രമല്ല ആ പയ്യന്റെ ഒരു കാര്യം കേട്ടേക്ക, അവൻ എന്താ ചെയ്തെന്ന് അറിയാമോ? ഞാൻ അങ്ങനെ ചെയ്യണ ഒരാളെ കണ്ടിട്ടില്ല കേട്ടാ. എന്റെ ചെറുപ്പം കുറേ പേര് ചെയ്തിട്ടുണ്ട്. അവൻ കറക്റ്റാ അതിന്റെ ചെറുപ്പം. അവൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ എന്റെ എല്ലാ സിനിമകളും എടുത്തിട്ട് കണ്ടു. കണ്ടിട്ട് ഇതിലൊരു പ്രശ്നമുണ്ട്, നമ്മള് മിമിക് ചെയ്യുമ്പോ കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പൊ എന്റെ ചൈൽഡ്ഹുഡ് കളി ചെയ്യുന്നുണ്ടല്ലോ ആ പയ്യൻ. അപ്പൊ ഞാൻ ഈ കൈ മുട്ടി കൊടുത്തിട്ടാണല്ലോ നടക്കുന്നത്. നോർമലി ആരെന്ത് ചെയ്താലും അത് ഇത്തിരി കൂടുതലായിട്ടാണ് വരാറുള്ളത്. പക്ഷെ ഇവൻ ആ സിനിമകൾ കണ്ട് കറക്റ്റ് ഒബ്സർവ് ചെയ്ത് ഞാൻ നടക്കുന്ന പോലെ തന്നെ അവൻ പിടിച്ചു. അവനെത്ര നന്നായിരുന്നു. അതവന് ഓൾറെഡി നല്ല ആയതുകൊണ്ട് തള്ളിയപ്പോ കൂടിപ്പോയതാ. അല്ലെങ്കിൽ അവന് ഓൾറെഡി നല്ല ആണല്ലോ. നമുക്ക് ഇതിനകത്ത് നസീർക്കയുടെ റൊമാൻസ് പ്രതീക്ഷിക്കാമോ? ഉണ്ട് ഒരു കല്യാണം കഴിഞ്ഞവൻ എന്ത് റൊമാൻസ്. ഇക്കന്നല്ലേ പറഞ്ഞ റൊമാൻസ് ഉണ്ടെന്നൊക്കെ. ലോറി എവിടെ ചെല്ലുന്നു അവിടെ ഒരു റൊമാൻസ്. അതൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. അങ്ങനെ ലോറിയുമായിട്ടാണ് റൊമാൻസ്. ഫാമിലി അതെ ഫാമിലി മാൻ എന്നൊക്കെ പറയുകയും ചെയ്തിട്ട് നേരെ പൊളിച്ച് ഇല്ലാതാക്കി. ലോറിയുമായിട്ടാണ് റൊമാൻസ്. അത്രേ. ലോറിയെ പ്രണയിച്ചത്. ലോറിയായിട്ട് റൊമാൻസോ? തുരുമ്പിനെ ആ പ്രണയിച്ചു. ലോറി എപ്പോ കണ്ടാലും ഞാൻ അന്ന് ബോധം കെട്ട് വീണു. ആ ലോറി കാണുന്ന എന്റെ കൈയും കാലും മറിച്ചിട്ടിരുന്നത്. അല്ലാതെ ചന്ദ്രചേട്ടന്റെ കുഞ്ഞിച്ചേട്ടന്റെ റൊമാൻസ് കാണാൻ പറ്റുമോ നമുക്ക്? അതേ എന്റെ ഉള്ളൂ. ഇല്ല, എന്റെ ഇല്ല. അല്ല ഉണ്ട് ഇവനും- ഉണ്ട് ഇല്ലെന്ന് ഞങ്ങൾ പറയാൻ ഒരു പറ്റില്ല. റൊമാൻസ് ഇല്ല. റൊമാൻസേ ഇല്ല. ഇല്ലെന്ന് പറയില്ല, ഉണ്ട്, ഉണ്ട്. അത് പറയുമ്പോ പോലും കൂടുതൽ റൊമാൻറ്റിക് കൂട്ടത്തിൽ. അത് പറയുമ്പോ പോലും അവന്റെ മുഖത്ത് റൊമാൻസ്. റൊമാൻസാ. എടാ നീയല്ലടാ പാട്ടിൽ റൊമാൻസ് ഉള്ളത്. ഞാനിവിടെ റൊമാൻസ് ചെയ്തേക്കുന്നു. പാട്ടിലുണ്ടെന്നല്ല, ഫസ്റ്റ് ടു ലാസ്റ്റ് ചേട്ടൻ ഒരു റൊമാൻസ് ക്യാരി ടീസർ കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടു പോകണം കേട്ടോ. Yeah. റൊമാൻസ് ഇങ്ങനെ മുഖത്തിങ്ങനെ മിന്നി മറയ പറയുന്നത്. ശരിക്കും ജീവിതത്തിൽ കൂടുതൽ റൊമാൻറ്റിക് ആരാണ്? ഇവൻ ഒരു സംശയമില്ലാണ്ട് എല്ലാരും കൂടി വിപിൻ ചേട്ടൻ. എല്ലാരും റൊമാൻസ് ഉള്ള ആൾക്കാരാണ്. പിന്നെ പക്ഷെ കുറച്ച് കൂടുതലാണ് ഇവനെ. അതൊരു പ്രത്യേക റൊമാൻസ്. ഞാനിതെല്ലാം ഏക്കും. അതുകൊണ്ട് പിന്നെ എന്ത് എനിക്ക് അതിലൊരു വലിയ നാണക്കേടൊന്നുമില്ല. വെറുതെ പറഞ്ഞ കേട്ടോ, ശരിക്കും അവനല്ല. ആണ് എനിക്ക് അത് കാരണം. നമുക്കൊരു കുഞ്ഞൊരു സെഗ്മെന്റും കൂടെ ഉണ്ട്. തുടങ്ങി. ആ ഇതൊരു റാപ്പിഡ് ഫയർ ആ. ഓ ഇവിടും തുടങ്ങുമോ നീ? നസീർ കൈ തുടങ്ങും. ഞാൻ ഇവിടെ പറയണത് എന്താന്ന് അറിയോ? പറയും? ഞാൻ പറയണത് സ്ത്രീകൾക്ക് എപ്പോഴും ബഹുമാനം കൊടുക്കണം. അപ്പൊ ആദ്യം തുടങ്ങും. ആദ്യം തുടങ്ങിയാൽ നന്നായിരിക്കും. അതെ. ഓക്കെ ആദ്യ 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 ഒരു ദിവസം ഷൈൻ ചേട്ടൻ ആവാനായിട്ട് ഒരു അവസരം കിട്ടുകയാണ്. എന്തായിരിക്കും ആദ്യം ചെയ്യാം? 5 ഫോൺ വാങ്ങിക്കുന്നു. എന്തിനാ ഇടിഞ്ഞു പൊട്ടിക്കാൻ? എന്തായിരിക്കും ചെയ്യാം? ആർക്ക് എല്ലാവർക്കും ഉത്തരം പറയാം. പിന്നെ ഏതെങ്കിലും ഒരു നല്ല ട്രെയിനറെ വെച്ച് ഓടാൻ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഞാനാണെങ്കിൽ പോയിട്ട് കുട്ടികൾക്ക് മലയാളം ക്ലാസ് എടുക്കും. മലയാളം ക്ലാസ്. നമ്മള് പുസ്തകത്തിൽ 2-ാം പാതിൽ 5-2 അവ ചന്തു അതിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് അംഗീകരിച്ചില്ല. ഇനി മറ്റേ ഷൈൻ വന്നു കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് എന്നെ ഒന്നും ചെയ്യൊന്നുമില്ല. അയ്യോ. ചന്ദ്രചേട്ടനാണെങ്കിൽ എന്ത് ചെയ്യും? ഷൈൻ ചേട്ടനാണെങ്കിൽ ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിൽ അടങ്ങിയിരുന്ന് മുറിന്ന് പുറത്തിറങ്ങാതെ ഒരു ഫുൾ ഡേ ഇരിക്കും. ഷൈൻ ചേട്ടൻ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. എപ്പോഴും പറയും അയാളെ പോലെ ഒരു പച്ച മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, നമ്മൾക്ക് പറ്റാഞ്ഞിട്ട് തന്നു. പിന്നെ ജെനുവിന് അയാള് പറയണ പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും എന്നല്ല, പല കാര്യങ്ങളും ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെ അയാള് പറയണേ. റോൾ ക്യാമറ പറഞ്ഞ പിന്നെ അയ്യോ ഭയങ്കര മാറ്റാണ്. അയാൾ അയാളുടെ ലൈഫ് ആസ്വദിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. അത് അയാളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിൽ കയറി ഒരുപാട് മാന്തുമ്പോഴാണ് പ്രശ്നം. അയാൾ ജീവിക്കട്ടെ സന്തോഷമായിട്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പം ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ ഒരു ക്ലോഷർ ബ്രേക്ക് ചെയ്ത് ബി യോർ സെൽഫ് എന്ന് പറഞ്ഞ ഒരാളാണ് ഷൈൻ ചേട്ടൻ എന്ന് പറയുന്നത്. എന്താണോ ഞാൻ അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ നമ്മുടെ പ്രത്യേകിച്ച് മലയാള ആക്ടേഴ്സ് ഒക്കെ തന്നെ ഒരു ഇന്റർവ്യൂവിന് വരുമ്പം എല്ലാവർക്കും ഒരു മസിൽ പിടുത്തമുണ്ട്, ആവശ്യമില്ലാത്തൊരു മസിൽ പിടുത്തമുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബോളിവുഡിലെ ആക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർ ഇന്റർവ്യൂവിന് വരുമ്പോൾ സൽമാൻ ഖാനൊക്കെ ചിലപ്പോൾ ഷർട്ടും ജാക്കറ്റും ഒക്കെ ഊരി വേർബോഡി ആയിട്ടൊക്കെ നിലത്ത് കിടന്ന് കാണിക്കും. നമ്മുടെ ഒരു ആക്ടറോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമോ?
പോകും? ഇരിക്കില്ല അവരെ മാന്യത വിട്ട് നമ്മളാരും പോകില്ല. അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്ന് ഇതിനെ കുറച്ചുകൂടെ സരസമാക്കിയതിൽ ഒരു പ്രധാനിയാണ് ഈ ഇന്റർവ്യൂ ജനകീയാക്കിയതാരാ? ഷൈനും പിന്നെ നമ്മുടെ ധ്യാനും കൂടിയാണ് ജനകീയമാക്കിയത്. അതെ അതെ. നമ്മളൊക്കെ ഇപ്പൊ ഇത്രയും ലൂസായിട്ട് നിൽക്കുന്നത് അവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടാ. നസീർക്ക എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സംഭവം എന്താണ്? ഞങ്ങള് മിമിക്രി ഫീൽഡിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ തമാശക്കാണ് രാജാവെന്ന് വിളിക്കുന്നതെങ്കിലും ഈസ് എ റിയൽ കിങ് ഓഫ് ദ സ്റ്റേജ്. അതായത് സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു സിംഹത്തിനെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ ഒരു ഭാവമുണ്ട്. അതായത് ഒരു ജട വെച്ചിട്ടുള്ള ഒരു ഭംഗിയുണ്ട്, സിംഹത്തിന്റെ ഒരു ലുക്കുണ്ട്. ആ ലുക്കിനും മുകളിൽ അദ്ദേഹത്തിന്റെ കഴിവ് ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട് വളർന്ന ആളെന്നുള്ള രീതിയിൽ ആ ഒരു രാജാവിന്റെ തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അത് എന്റെ മനസ്സിൽ മാത്രമല്ല, ഏത് മിമിക്രിക്കാരും പറഞ്ഞ ഈസ് എ കിങ്, അതിലൊരു മാറ്റം. നമ്മുടെ യാഡ് സ്റ്റിക്ക് എന്ന് പറയില്ലേ, യാഡ് സ്റ്റിക്ക്, ഇതിൽ നിന്നാണ് നമ്മൾ പിന്നെ ഉള്ളവരെ അളക്കുന്നത്. മിമിക്രി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നസീർക്കയുടെ അങ്ങനെ അതാണോ? ഇപ്പൊ മഹേഷ് കുഞ്ഞുമോൻ വന്നു. ഇപ്പൊ ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രതിഭകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ചിലപ്പോ ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന ആളായിരുന്നു ഒരു സമയത്ത്. അതിനുശേഷം കൊച്ചിൻ ഹനീഫൊക്കെ ഉണ്ടായി. അതിനുശേഷം ജയറാമേട്ടൻ വന്നു, അബീക്ക വന്നു. ഓരോ കാലഘട്ടത്തിൽ അവരവരുടെ പെർഫെക്ഷൻ വെച്ചിട്ടാണ് കളിച്ചിരുന്നത്. ആ നസീർക്ക അത് കഴിഞ്ഞിട്ട് അബീക്ക വന്നിട്ട് ഏറ്റവും വലിയ ഒരാളായിട്ട് വന്ന നസീർക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് വരെ ശബ്ദം മാത്രം അനുകരിച്ചിരുന്ന ഒരു മിമിക്രിയിൽ രൂപവും കൂടി കൂട്ടി ചെയ്ത ആളാണ് നസീർക്ക. അത് നസീർക്ക് എനിക്ക് തോന്നുന്നു വരയ്ക്കുന്ന ആളായതുകൊണ്ടാണ് നസീർക്ക് വരച്ച് അതേപോലെ രൂപത്തില് പുറകിൽ നിന്ന് നടന്ന് ഒരു ആർട്ടിസ്റ്റിനെ കാണിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ രജനീകാന്താണെങ്കിൽ അവിടെ നിന്ന് വന്നതേ പുള്ളി അതിലെ അങ്ങനെ വന്ന ആളാണ്. അതാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു സ്ഥാനം. ഈ ഞങ്ങളെന്ന് മാത്രമല്ല മലയാളികളും ലോകത്തുള്ള മിമിക്രിക്കാരും ഒക്കെ കിങ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുറ്റിച്ചൽ ഒരു ഷോയ്ക്ക് വന്നിട്ട് കുറ്റിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലം പണ്ടെന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് പഴയല്ല, അപ്പോഴും ഞാൻ കുട്ടിക്കാലം. അത് അച്ഛനൊക്കെ കുറ്റിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് നല്ല ഇല്ലേ, എവിടെ നമ്മളെന്താ പറയാ ട്രിവാൻഡ്രത്ത് തന്നെ എനിക്കറിയാം. ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിൽ എനിക്കിടെ ഷോ ഉണ്ട്. അതെന്താ മറക്കാത്ത കാര്യം എന്ന് പറയുന്നത്, നല്ലതാ. അച്ഛൻ അവിടുത്തെ ഫോറസ്റ്റർ ആയിരുന്നു ആ സമയത്ത് അഗസ്ത്യവനത്തില്. അപ്പൊ നമ്മള് വീക്കെൻഡിലൊക്കെയുള്ള സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകുന്നതായിട്ട്. അന്ന് പക്ഷെ അച്ഛൻ പറഞ്ഞു നസീറിന്റെ ഷോ പോവാ. എനിക്ക് ഓർമ്മയുണ്ട് ആ ഷോ. ആണോ? ഇപ്പൊ പറഞ്ഞപ്പോ ഓർമ്മയുണ്ട്. ആണോ? തിയേറ്ററിൽ ശരിക്കും. ആ പക്ഷെ എന്ത് പറ്റുന്നറിയോ, ഞങ്ങൾ ഇങ്ങനെ പോവാ അങ്ങനെയല്ലേ നസീർക്കയുടെ ഷോയ്ക്ക് അച്ഛൻ വരെ കൊണ്ടുപോകണം. നമ്മളൊരു ഷോയ്ക്ക് കൊണ്ടുപോകുന്ന അന്നൊക്കെ നമ്മള് അതാണ് അന്ന്. അപ്പൊ ജനോ അവിടെ തിരക്ക് ഇവിടെ മിമിക്രി കാണാൻ പോയിരുന്ന പെർഫോമൻസ് കാണാൻ പോയിരുന്ന പോയിരുന്ന അച്ഛൻ ഫോറസ്റ്റ് ആണ്, റേഞ്ച് ഓഫീസറായിട്ട് റിട്ടയർ ആയി. അവിടെ ഇപ്പൊ സീറ്റ് പ്രശ്നം. അപ്പൊ അച്ഛൻ്റെ അടുത്ത് കണ്ട ആരോ ഇച്ചിരി ഇതായി. അപ്പൊ അച്ഛൻ ഈഗോ, അച്ഛൻ അടുത്ത ഫോറസ്റ്റ് ആണല്ലോ, ആരടാ ചോദിച്ചു. അച്ഛനെ പിടിച്ചെന്തോ തൊള്ളു കഴിച്ചു. അച്ഛൻ തിരിച്ച് രണ്ട് തൊള്ളു. ഞാനിങ്ങനെ ഇരിക്കുക, നസീർക്ക് ഇപ്പം വരും. അവിടെ അച്ഛൻ ജഗതിയും ഇന്നസെന്റും കൂടി മുകുന്ദേട്ടെ വിളിക്കണ അടി നടക്കുവാണ്. ഇവരെടുത്ത് കാണുക. അച്ഛനെ എന്നെ കൂടെ ഞാൻ അച്ഛനെ കൊണ്ട് എന്നെ ചുരുട്ടിയ ചോട്ടയ്ക്കകത്ത് കയറ്റി അയ്യോ അന്ന് ഞാൻ പറഞ്ഞു വരുന്നേ, ഒരു അന്ന് അച്ഛൻ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് മൂവ് ചെയ്യണം, താമസിക്കാനായി മൂവ് ചെയ്യണം. അന്ന് ആ ഗ്രാമത്തിൽ ഒരു വനം ബേസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിൽ കോട്ടയം നസീർ വരും എന്ന് പറയുന്ന ഒരു ഭയങ്കര ഓളോടെ സെലിബ്രിറ്റി. അധികം പ്രായമൊന്നുമില്ല കേട്ടോ. അങ്ങനല്ലേ അതിൽ തന്നെ നിൽക്കുകയാണ്. അതങ്ങനെ നമ്മള് കാര്യം പറയാൻ അതല്ലടാ, അതല്ല നമ്മളീ പറയുന്നതിന്റെ ഇടയില് ആദ്യരോട് അതല്ല ഇത് കേട്ടടാ ഇതെല്ലാം ചന്തു പറഞ്ഞിരിക്കുമ്പോഴേ കൊറേ നേരം അതുവരെ അങ്ങനത്തെ ഒരു നോട്ടം തന്നെ ആദ്യം നോക്കിയിട്ടില്ല. അത്യാവശ്യം ഇപ്പം വലിയ ചെറുപ്പായിട്ട് തിരിപ്പുണ്ടല്ലോ. അപ്പൊ ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് നല്ല പ്രായം, അതാണ് ഞാൻ പറഞ്ഞത് അധികം പ്രായമില്ല. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു കെമിസ്ട്രി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇപ്പൊ ഈ പടം റിലീസ് ആവുന്ന സമയത്ത് നമ്മുടെ ഓഡിയൻസിനും അതേ കെമിസ്ട്രി അതേ രീതിക്ക് കിട്ടട്ടെ. എന്തായാലും ഞാൻ ഫസ്റ്റ് ഷോ കാണും, എന്നിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ പറയായിരിക്കും വാട്ട് ഐ ഫെൽറ്റ് എന്നുള്ളത്. എന്തായാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇപ്പൊ പടം കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ നിങ്ങളൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം കാണുന്ന ഫീൽ ഒന്നും ഇല്ല. ഇപ്പൊ നസീർക്കേനെ ചേച്ചി കുഴപ്പമില്ല, വിളിച്ചോ. കാണുന്നതാണെങ്കിലും
ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഒന്നും വന്നില്ല. പിന്നെ ഇവരാണെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡിൽ ഒരു എക്സ്ക്യൂസ് കൂടി ഒരു കാര്യം കൂടി പറഞ്ഞു. നസീർക്കയുടെ ഏജിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതൊരു ക്ലാരിഫൈ ചെയ്തിട്ട് പോവാണ്. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാര് ജയിച്ചല്ലോ, നമ്മൾ തോറ്റു. അന്ന് മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ആ കൊട്ടാരത്തിൽ കോട്ടൺ നസീറിന്റെ മെഗാ ഷോ. അങ്ങനെയല്ല, മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹം നടത്തുമ്പോ ആ ഉപ്പ് വാരി കൊടുത്തത് ഞാൻ. ഓക്കെ, അത് കഴിഞ്ഞില്ലേ ഇനി പ്രശ്നം. എന്റെ കണ്ണിൽ ഉപ്പിടാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും മോൾ വെരി ബെസ്റ്റ്. യെസ്, താങ്ക് യു.